നമ്മുടെ കാടുകളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സെന്ന എന്ന മഞ്ഞക്കൊന്ന ഒരു ചെറിയ ചെടിയാണെന്ന് കരുതിയാൽ തെറ്റി. ഇത് കണ്ടോ, ഇത്രയും വലുപ്പമുള്ള മരമായിട്ട് ഇത് വളരും. ചുറ്റുമുള്ള ഒന്നിനെയും വളർത്താൻ അനുവദിക്കുകയില്ല. അത്രയധികം അപകടകാരിയാണ് മഞ്ഞക്കൊന്ന. ഇത് കണ്ടോ, ഈ പ്രദേശത്തൊന്നും ഒരു അണ്ടർഗ്രോത്തും ഇല്ല. ഈ അടിക്കാടുകളൊന്നും ഉണ്ടാവില്ല സെന്ന വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഈ ആനയും പുലിയൊക്കെ നമ്മുടെ നാട്ടിലേക്ക് ഇറങ്ങി വരുന്നത്. അതായത് ഈ തീറ്റ മുഴുവൻ നശിപ്പിച്ച് കളയും. തന്നെയല്ല, ഇതിനൊരു പ്രത്യേക രാസ സ്വഭാവമുള്ള ഒരു ചെടിയാണ്. മണ്ണിനൊരു പ്രത്യേക മാറ്റങ്ങളുണ്ടാക്കും. ആ പരിസരത്ത് മറ്റൊന്നിനും വളരാൻ അനുവദിക്കില്ല. ഒരുപാട് വെള്ളം വലിച്ചെടുക്കും. ചില റേഡിയേഷൻ സ്വഭാവമുള്ള ഘടകങ്ങൾ വരെ ഈ മരത്തിനുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രദേശത്ത് കാടുണ്ടാകില്ല, ഒരു പുല്ല് പോലും കിളിർക്കില്ല. ഈ മഞ്ഞക്കൊന്ന ഇങ്ങനെ അപകടകരമായ രീതിയിൽ വളരുന്നതിനിടയിലാണ് ഇതിൻ്റെ തടി പേപ്പർ വ്യവസായത്തിന് ഉപയോഗിക്കാമെന്ന് കണ്ടെത്തിയത്. വാസ്തവത്തിൽ ഒരു വിപ്ലവകരമായ കണ്ടെത്തലായിരുന്നു അത്. ഇപ്പം 100 കണക്കിന് ലോഡാണ് തമിഴ്നാട്ടിലെ വനങ്ങളിൽ നിന്ന് തമിഴ്നാട് ന്യൂസ് പ്രിൻറ്റിലേക്ക് കൊണ്ടുപോകുന്നത്. 1 ടണ്ണിന് 320 രൂപ വീതമാണ് തമിഴ്നാട് ന്യൂസ് പ്രിന്റ് ലിമിറ്റഡ് വനംവകുപ്പിന് നൽകുന്നത്. വനംവകുപ്പ് ഈ ഫണ്ട് ഉപയോഗിച്ച് ഈ മഞ്ഞക്കൊന്ന പോലുള്ള അധിനിവേശ സസ്യങ്ങളെ ഇല്ലായ്മ ചെയ്യാനുള്ള പദ്ധതികൾക്ക് രൂപം കൊടുത്തിരിക്കുകയാണ്. മഹത്തായ ഒരാശയമാണ്. നമുക്കും ഇത് മാതൃകയാക്കാവുന്നതാണ്. ഈ മഞ്ഞക്കൊന്ന തമിഴ്നാട് ന്യൂസ് പ്രിന്റിലേക്ക് കൊണ്ടുപോകാനുള്ള കരാർ എടുത്തിരിക്കുന്നത് വണ്ടൂർ വാണിയാമ്പല സ്വദേശി സന്തോഷാണ്. വാസ്തവത്തിൽ ഒരു ദിവസം എത്ര ലോഡ് പോകുന്നുണ്ട്? ആവറേജ് 15 ടൺ വെച്ച്. ഇത് പിന്നെ കാട്ടിൽ കൂടുതൽ ഉണ്ടായാലേ മൃഗങ്ങൾക്കൊന്നും തിന്നാനും പുല്ലും ബാക്കിയൊക്കെ ഒന്നും വളർന്നൊന്നും വരുന്നില്ല. അതുകൊണ്ടാണ് ഇത് മുറിച്ച് കളയുന്നത്. തൊലി കളയുന്നത് പിന്നെ പൾപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തൊലി പറ്റൂല അവർക്ക്. തൊലി കളഞ്ഞിട്ട് വേണം കൊണ്ടുപോകാൻ. ഈ മഞ്ഞക്കൊന്ന എത്ര വലിയ അപകടകാരിയാണെന്ന് ഈ മരം മുറിക്കുന്ന തൊഴിലാളികൾ തന്നെ പറയും. ചേട്ടാ, ശരിക്കും എന്താ ഇത് മരം മുറിക്കുമ്പോൾ അസ്വസ്ഥതകൾ? പനി ഉണ്ടാവും, ദിവസം പനിയോ, മൂക്കൊലിപ്പ്, പിന്നെ ചൊറിച്ചിൽ. ഒരു കെമിക്കലാ സാധനം. ഇതിൻ്റെ പൊടി മുറിക്കുമ്പോൾ കണ്ണിലായി കഴിഞ്ഞാൽ കണ്ണിൽ മുറിയും. പിന്നെ ശ്വാസത്തിൽ കൂടെ വലിച്ചു കഴിയുമ്പോൾ ചോര വരും മൂക്കുന്നത്. പിന്നെ ഈ കഫക്കെട്ട് ജലദോഷം മാറുകയില്ല. പിന്നെ ചൊറിച്ചിൽ, അലർജി, നല്ല ശരീരത്തെ എവിടെ ആയാലും ഭയങ്കര എഫക്റ്റ് ആയ സാധനം. അപ്പം നമ്മൾ ശരിക്കും രാവിലെ എണീറ്റ് കറക്കി തുപ്പി കഴിഞ്ഞാൽ ഒരു പച്ച കളർ വരും. ഇതിൻ്റെ അടുത്ത് പരിസരത്ത് ആന ഒരു സാധനം വരില്ലല്ലോ ഇതിൻ്റെ അടുത്ത്. മറ്റുള്ള മരങ്ങളൊക്കെ ആന ഒന്നും വന്ന് പിടിച്ചാലും നോക്കുന്നതൊന്നും തൊടുവില്ല. അതാണ് ഈ മഞ്ഞക്കൊന്നയുടെ ശിഖരങ്ങളുടെ അറ്റത്താണ് നല്ല കൊല പോലെ നല്ല മഞ്ഞപ്പൂ ഉണ്ടാകുന്നത്. പൂവിൻ്റെ ഭംഗിയാണ് മെക്സിക്കോ അടക്കമുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഈ മഞ്ഞക്കൊന്ന കേരളം അടക്കമുള്ള മേഖലകളിലേക്ക് എത്താൻ കാരണം. വാസ്തവത്തിൽ പൂവിൻ്റെ ഭംഗിയല്ല, ഇത് കാടിൻ്റെ അന്തകനായ ചെടിയാണെന്ന് பின்னீடான எல்லாருக்கும் മനസ്സിലായത്. சென்னா இருந்தபோது ஃபுல்லாக டென்ஸ் கவர், லைட் உள்ளே பெனிட்ரேட் ஆகாது, கிரவுண்ட் கவரே இருக்காது. ஸோ இப்போ நம்ம ரிமூவ் பண்ண உடனே கிராஸஸ் கம் அப். இப்போ நம்ம நெக்ஸ்ட் இயரில் என்ன செய்யணும்னா, இப்போ சென்னா வெட்டின இடத்துல நம்ம திருப்பி டீபார்க்கிங் பண்ணியிருக்கோம். ஸோ டீபார்க்கிங் பண்ண ஏரியாலும் திரும்பவும் காப்பீஸ் வரும். ஸோ அந்த காப்பீஸை சப்சிக்வெண்ட் இயர்ஸில் ரிமூவ் பண்ணி திருப்பி எவ்வளோ எக்ஸ்டென்ட் பார்க் ரிமூவ் பண்ண முடியுமோ அந்த ரூட்ஸ்லலாம் பார்க் ரிமூவ் பண்ணிகிட்ருக்கோம். அந்த மெயின்டெனன்ஸ் ஒர்க் போயிட்டுருக்கு. நான் நினைக்கிறேன் இது இன்னும் ஒரு 3 years கண்டிப்பாக பிடிக்கும். கண்டினியூஸாக நம்ம வந்து இஃப் யூ ஆர் ஃபைட்டிங் வித் த ஸ்பீஷீஸ் நம்ம கொஞ்சம் சக்ஸஸ் கண்டிப்பாக கிடைக்கும்ன்ற ஒரு நம்பிக்கை இருக்குது. മഞ്ഞക്കൊന്ന പോലുള്ള അധിനിവേശ സസ്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനുള്ള തമിഴ്നാടിൻ്റെ ഈ നല്ല ആശയങ്ങളെ നമുക്ക് മാതൃകയാക്കാം. മുതുമലയിൽ നിന്ന് ക്യാമറമാൻ ബിനു തോമസിനും ലിനീഷുമൊപ്പം ബിജു പങ്കജ്, മാതൃഭൂമി ന്യൂസ്.